വിജയത്തെ പിടിച്ചു കുലുക്കുന്ന വലിയൊരു തുറന്നു പറച്ചിലുമായി CPM കേന്ദ്ര കമ്മിറ്റി അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ പാർട്ടിക്ക് യാതൊരുവിധ നിയന്ത്രണവും ഉണ്ടായിരുന്നില്ലെന്നും പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ച് എതിരാളികൾക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി കടന്നാക്രമിക്കാൻ സുവർണ അവസരം ഒരുക്കിയെന്നും റിപ്പോർട്ട് തുറന്നുകാട്ടുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട KK ശൈലജയുടെ മണ്ഡലം മാറ്റം തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകിയതെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയും സർക്കാരും തമ്മിൽ ആവശ്യമായ ഏകോപനം പോലും ഉണ്ടായിരുന്നില്ലെന്നും മന്ത്രിമാർ സാധാരണ ജനങ്ങളിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നും അകന്നുപോയി എന്നും നേതാക്കളുടെ ആഡംബര ജീവിതം പാർട്ടിക്ക് വലിയ തിരിച്ചടിയായെന്നും റിപ്പോർട്ട് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന മുൻ അവകാശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലെനിന്റെയും P. കൃഷ്ണപിള്ളയുടെയും മാതൃകകൾ ചൂണ്ടിക്കാട്ടി കടുത്ത സ്വയം വിമർശനത്തിനും തെറ്റുകൾ ഏറ്റുപറയുവാനുമുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന നേതൃത്വം നടത്തണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം. ഒരേ സമയം ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ പാളിച്ചകൾ പറ്റിയെന്നും DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ സജീവമായി ഇടപെടാൻ സാധിച്ചില്ല തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ കേരള സമൂഹത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒന്നാണ്.